എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓരോ പാഠഭാഗത്തുനിന്നും പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ടീച്ചർ മുന്നേ ഓരോ ക്ലാസ്സുകളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് മക്കളുടെ ഇന്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം ദിവസം 1 എന്ന പരീക്ഷയ്ക്ക് മക്കൾ പഠിക്കേണ്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കൂട്ടുകാരായിട്ട് ചോദിക്കുന്നുണ്ട്, ടീച്ചറെ എന്തൊക്കെയാണ് പഠിക്കുക, എങ്ങനെയൊക്കെയാണ് പഠിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ആരും ഒട്ടും തന്നെ വിഷമിക്കേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ടായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കള് നിങ്ങളുടെ ഉദ്ഗ്രഥനം 1ാം ദിവസത്തിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് ആദ്യം തന്നെ ഒരു പ്രവർത്തനം വരെ ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഭംഗിയുള്ള ഒരു ചിത്രം തരും. ചിലപ്പോൾ ഒരു പൂന്തോട്ടത്തിന്റെയോ ഒരു കാടിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിത്രം തരും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യാണ്, ഒരു കാടിന്റെ ചിത്രമാണ് തരാന്ന് വിചാരിക്കുക. അപ്പൊ കാട്ടിൽ എന്തൊക്കെ മക്കൾക്ക് കാണാൻ പറ്റും, ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റൂലേ, വലുതും ചെറുതുമായിട്ടുള്ള മരങ്ങൾ കാണാനായിട്ട് പറ്റൂലേ. പിന്നെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും, അവിടെ ഒരുപാട് പക്ഷികൾ ഉണ്ടായിരിക്കുമല്ലോ, പിന്നെ മരത്തിൽ ഒരുപാട് പഴങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു ചിത്രം തരും. എന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യ പാഠഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു ചിത്രം തന്നാൽ വലുത് ഏതാണ്, ചെറുത് ഏതാണ്, അതുപോലെ തന്നെ അകത്ത് എത്ര എണ്ണം ഉണ്ട്, പുറത്ത് എത്രയാണ് ഉള്ളത്, പിന്നെ അകലെയുള്ളത് ഏതാണ്, അടുത്തുള്ളത് ഏതാണ്, മുകളിലുള്ളത് ഏതാണ്, താഴെയുള്ളത് ഏതാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലാണ് മക്കൾക്ക് ചോദ്യങ്ങൾ വരിക കേട്ടോ. അതായത് മക്കൾക്ക് ഇപ്പം നിങ്ങളുടെ ചിത്രത്തിൽ 2 മരങ്ങളുണ്ട്, ഒരു വലിയ മരമുണ്ട്, ഒരു ചെറിയ മരമുണ്ട്. അപ്പൊ മക്കളടുത്ത് ടീച്ചർ പറയും, ആ ഒരു ചിത്രത്തിലുള്ള ചെറിയ മരത്തെ കണ്ടെത്തിയിട്ട് അതിനെ വട്ടത്തിനുള്ളിലാക്കാനായിട്ട് പറയണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ചിത്രത്തിലുള്ള എല്ലാ മരങ്ങളെയും വട്ടത്തിനുള്ളിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിലുള്ള ഏറ്റവും ചെറിയ മരം ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിനെ മാത്രം എന്ത് ചെയ്യാം, വട്ടത്തിനുള്ളിലാക്കുക. ഇനി ചിലപ്പോൾ ടീച്ചർ പറയാ വലിയ മരത്തെ കണ്ടെത്തിയിട്ട് അതിനെ വട്ടത്തിനുള്ളിലാക്കാനായിരിക്കും പറയാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അതിലുള്ള വലിയ മരത്തിനായിരിക്കണം വട്ടം വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ വട്ടം വരയ്ക്കാനായിട്ട് പറയാം, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് നിറം നൽകാനായിരിക്കും പറയാ കേട്ടോ. എന്തായാലും മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിൽ കരുതുക കേട്ടോ, നമുക്ക് നിറം നൽകാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കള് വലുത് ചെറുത് ഈ സാധനം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മക്കൾ പഠിക്കേണ്ടത് അകത്ത് പുറത്ത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്തു, അവിടെ ഒരു ചിത്രം തന്നു, എന്നിട്ട് അവിടെ ഒരു കൊട്ട ഇരിപ്പുണ്ട്, കൊട്ടയുടെ അകത്തും കുറച്ച് പഴങ്ങൾ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ കൊട്ടയ്ക്ക് പുറത്തും കുറച്ച് പഴങ്ങൾ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ മക്കളടുത്ത് പറയാണ്, കൊട്ടയ്ക്ക് പുറത്തുള്ള പഴങ്ങൾക്ക് നിറം നൽകാനായിട്ട് പറയാണ്. അപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന എല്ലാ പഴങ്ങൾക്കും നിറം നൽകേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. കൊട്ടയ്ക്ക് പുറത്തുള്ളതിനെ മാത്രം എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് നിറം നൽകുക കേട്ടോ. ഇനിയിപ്പോ കൊട്ടയ്ക്ക് അകത്തുള്ളതാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെ മാത്രം കണ്ടെത്തിയിട്ട് നിറം നൽകുക കേട്ടോ. അപ്പം എന്ത് പഠിക്കണം, അകത്ത് ഏതൊക്കെയാണ് പുറത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അകലെയും അതുപോലെ തന്നെ അടുത്തും. അകലെ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങ് ദൂരെ നിൽക്കുന്നതാണ് അല്ലെ. അടുത്തെന്ന് പറഞ്ഞാലോ, അതവിടെ ടീച്ചറുടെ അടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അവിടെ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ അടുത്ത് എന്ന് പറയാം അല്ലെ. അകലെ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അകന്ന് കുറച്ച് ദൂരെ നിൽക്കുന്നതിനെയാണ് പറയാ അല്ലെ. അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക കേട്ടോ. മക്കൾക്ക് ഇപ്പം ചോദിക്കാം, അതായത് മക്കൾക്ക് ഒരു ചിത്രം തന്നു, ഒരു മരം തന്നു, ആ മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരു കുട്ടി ഇരുന്ന് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അകന്ന് നിന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി കളിക്കുന്നുണ്ട്. മക്കളെടുത്ത് പറയാണ്, മരത്തിന്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെ വട്ടത്തിലാക്കാനായിട്ട് പറയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അകലെ ദൂരെ കളിക്കുന്ന കുട്ടിയെ വട്ടത്തിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. മരത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ വേണം വട്ടത്തിനുള്ളിലാക്കാനായിട്ട്. ഇത് മുന്നേ ഒരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുക, വീഡിയോയുടെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്, അടുത്തുള്ളവൻ അകലെയുള്ളവൻ, ആ കാര്യം കണ്ടെത്താനായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ മക്കൾ അതിൽ പഠിക്കേണ്ടത് മുകളില് അതുപോലെ തന്നെ താഴെ. അപ്പം അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ മക്കളടുത്ത് പറയുന്നത് ചിത്രത്തിലുള്ള പഴങ്ങൾക്ക് നിറം നൽകാനായിട്ട് പറയും. അപ്പൊ മരത്തിന്റെ മുകളിലും കുറച്ച് പഴങ്ങൾ ഇരിപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഞെട്ടറ്റ് വീണ് താഴെ കിടക്കുന്ന കുറച്ച് പഴങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ പഴങ്ങൾക്കും നിറം നൽകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് നിറം നൽകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുകളിലുള്ള പഴങ്ങൾക്ക് മാത്രം എന്ത് കൊടുക്കുക, നിറം നൽകുക കേട്ടോ.
അപ്പൊ അതേ രീതിയിൽ ഒരു ചിത്രം തന്നിട്ട് ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിത്രം പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം ഈസി അല്ലേ? ഓക്കെ. പിന്നെ മക്കൾക്ക് വരുന്നത് വായിച്ച് ഉത്തരം കണ്ടെത്തി എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും കേട്ടോ. അപ്പൊ അത് പേടിക്കാനായിട്ട് ഒന്നുമില്ല. മക്കൾക്ക് എന്ത് തരും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3-4 വരി, ചിലപ്പം ഒരു കവിതയിൽ 3-4 വരി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു 3-4 വാക്യങ്ങളായിരിക്കും, എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഉത്തരം ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ ചോദ്യ പേപ്പറിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അല്ലേ. ആ ഭാഗം ഒന്ന് മക്കളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാ ഇവിടെ നോക്കിക്കേ, ടീച്ചർ ഇവിടെ കുറച്ച് വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അമ്മു അപ്പം മുറിച്ചു. അമ്മു അപ്പം മുറിച്ചു. വലുത് മതി ഉണ്ണി പറഞ്ഞു. ഉണ്ണി എന്താ പറഞ്ഞത്? വലുത് മതി ഉണ്ണി പറഞ്ഞു. ചെറുത് മതി മിന്നു പറഞ്ഞു. കാക്ക അപ്പം കൊത്തി പറന്നു. കാക്ക അപ്പം കൊത്തി പറന്നു അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യും, കുറച്ച് വാക്യങ്ങളൊക്കെ തരൂ കേട്ടോ. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് ചോദിക്കുക ഇങ്ങനെയാണ്, വലുത് മതി എന്ന് പറഞ്ഞത് ആരാണ്? വലുത് മതി എന്ന് പറഞ്ഞത് ആരാണ് മക്കളെ? നോക്കിക്കേ, ആരാണ് പറഞ്ഞത്? അമ്മു അപ്പം മുറിച്ചു, വലുത് മതി. ആരാ പറഞ്ഞത്? അമ്മു ആണോ പറഞ്ഞത്? അല്ല അല്ലേ, ആരാ പറഞ്ഞത്? ഉണ്ണി പറഞ്ഞു. വലുത് മതി ആര് പറഞ്ഞു? ഉണ്ണി പറഞ്ഞു അല്ലെ. അപ്പൊ ആരാണ് വലുത് മതി എന്ന് പറഞ്ഞത്? ഉണ്ണിയാണ് പറഞ്ഞത് അല്ലെ. പിന്നെ മക്കളത് ചോദിക്കും, ചെറുത് മതി എന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ ചോദിച്ചാൽ ആരാണ്? ചെറുത് മതി മിന്നു പറഞ്ഞു. ചെറുത് മതി മിന്നു പറഞ്ഞു എന്നതാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആരാണ്? മിന്നു ആണ് ചെറുത് മതി എന്ന് പറഞ്ഞത് അല്ലെ. ഓക്കെ. അപ്പൊ അതേ രീതിയിൽ മക്കളെടുത്ത് ചോദിക്കും കേട്ടോ. നമുക്ക് മുന്നേ ഇതേ പാറ്റേണിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്ന സാധനങ്ങൾ മക്കള് ഒന്ന് വായിക്കാനായിട്ട് നോക്കുക കേട്ടോ. അതിൽ തന്നെയുണ്ട് ഉത്തരം. പിന്നെ മക്കളെടുത്ത് ഇങ്ങനെയും ചോദിക്കുക, അപ്പം കൊത്തി പറഞ്ഞത് ആരാണ്? ആരാണ് മക്കളെ? നമ്മുടെ കഥയിൽ ആരൊക്കെയുണ്ട്? അമ്മ ഉണ്ട്, ഉണ്ണിയുണ്ട്, മിന്നു ഉണ്ട്, കാക്കയുണ്ട് അല്ലെ. അതിൽ ആരാണ് അപ്പം കൊത്തി പറഞ്ഞത്? ആരാണ്? കാക്കയാണ് അല്ലെ അപ്പം കൊത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയും ചോദിക്കുക കേട്ടോ. പിന്നെ ഇതുമായിട്ട് മക്കൾക്ക് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുക, ഏതെങ്കിലും ഒരു അക്ഷരം പറയും, എന്നിട്ട് ആ അക്ഷരം വരുന്ന വാക്കുകൾക്കടിയിൽ അടിവര ഇടാനോ അല്ലെങ്കിൽ ആ വാക്കിനെ വട്ടത്തിനുള്ളിലാക്കാനോ ഒക്കെ പറയാം കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് ഇവിടെ ഇപ്പൊ ക എല്ലാം മക്കൾക്ക് അറിയാലോ. ഇതാണ് ക അല്ലെ. അപ്പം ഈ ക വരുന്ന വാക്ക് കണ്ടെത്തിയിട്ട് അതിനെ ഉള്ളിലാക്കാനായിട്ട് പറയാണ്. അപ്പൊ നോക്കിക്കാൻ മക്കളെ, എവിടെയാണ് ക ഉള്ളത്? ഇവിടെ ഉണ്ടോ? അമ്മു അപ്പം മുറിച്ചു. ക ഉണ്ടോ? ഇല്ല അല്ലെ. വലുത് മതി. ക ഉണ്ടോ? ഇല്ല അല്ലെ. ഉണ്ണി പറഞ്ഞു. അവിടെയും ക ഇല്ല അല്ലെ. ചെറുത് മതി. അവിടെയും ക ഇല്ല. മിന്നു പറഞ്ഞു. ക ഉണ്ടോ? ഇല്ല അല്ലെ. കാക്ക അപ്പം കൊത്തിപ്പറന്നു. നോക്കിക്കേ മക്കളെ, ഇവിടെ ക വരുന്നുണ്ടോ? ഉണ്ട് അല്ലെ. ഇതാ കാക്ക എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതാ മക്കൾക്ക് ഇവിടെ കൊത്തി എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ മക്കളെടുത്ത് ഏതെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ട് ആ അക്ഷരം വരുന്ന വരി കണ്ടെത്തിയിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യാനോ, അതായത് അടിവര ഇടാനോ അല്ലെങ്കിൽ അതിനെ വട്ടത്തിനുള്ളിലാക്കാനോ ഒക്കെ പറയും കേട്ടോ. ഇനിയിപ്പോ കാ മാറിയിട്ട് പായോ അല്ലെങ്കിൽ മായോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മക്കൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ചോദിക്കുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യുക, ഒരു ചോദ്യം വരാം കേട്ടോ. ഓക്കെ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ ഒരു സൈഡിൽ തരും. അതുപോലെ തന്നെ ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാക്യങ്ങളും മറ്റൊരു സൈഡിൽ തരും. എന്നിട്ട് ഓരോ ചിത്രത്തിനും യോജിച്ച വാക്യം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ വാക്യത്തിലോട്ട് വരച്ചു ചേർക്കാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ മക്കൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പം ഒരു പൂമ്പാറ്റയെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് തരുന്നത്. അപ്പം ഒരു ചിത്രം എന്തുണ്ടായിരിക്കും? പൂമ്പാറ്റ പാറി നടക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കും. പിന്നെ ഒരു ചിത്രത്തില് പൂമ്പാറ്റ എന്ത് ചെയ്യുക, തേൻ കുടിക്കുകയായിരിക്കും. ചിലപ്പം ഒരു ചിത്രത്തില് പൂമ്പാറ്റ ആയിരിക്കും, പൂവിലിരിക്കുകയായിരിക്കും. അപ്പൊ ഇതേ രീതിയിൽ ഒരു 3 ചിത്രം തന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യും, പൂമ്പാറ്റ തേൻ കുടിക്കുന്നു, പൂമ്പാറ്റ പൂവിലിരിക്കുന്നു, പൂമ്പാറ്റ പാറിപ്പോയി, ഇതേ രീതിയിൽ 3 വാക്യങ്ങളും തരും. അപ്പൊ ഓരോ ചിത്രം നോക്കിയിട്ട് മക്കൾ മനസ്സിലാക്കുക, പൂമ്പാറ്റ പൂവിലിരിക്കുകയാണോ, പൂമ്പാറ്റ തേൻ കുടിക്കുകയാണോ, പൂമ്പാറ്റ പറന്നു പോവാണോ എന്ന് മക്കൾ നോക്കുക.
എന്നിട്ട് ആ വാക്യം എവിടെയാണോ ഉള്ളത് അതിലോട്ട് എന്ത് ചെയ്യുക, വരച്ച് ചേർക്കാനായിട്ട്, അതായത് ചേരുംപടി ചേർക്കാനായിട്ടുള്ള ഒരു ചോദ്യം കൂടി മക്കൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഉദ്ഗ്രഥനം 1-ാം ദിവസത്തിൽ മക്കൾ പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മക്കൾ നോക്കിയിട്ട് പോവാ. വളരെ എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങളുടെ എക്സാം. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, ഇനി കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ പരീക്ഷയുടെ വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.